അമൂല്യമായ ഔഷധ സസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു, മുടി കൊഴിച്ചിൽ തടയുന്നു, താരനെ അകറ്റുന്നു. ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ. വഴിതെറ്റിയ മാളികപ്പുറത്തിനും മുത്തച്ഛനും ആശ്വാസം പകർന്ന മാറാടി സ്വദേശി യുവാവ്. കോഴിക്കോട് സ്വദേശികളായ അഭയയ്ക്കും മുത്തച്ഛൻ വേലായുധനുമാണ് യുവാവിന്റെ നേതൃത്വത്തിൽ തിരികെ നാട്ടിലെത്തിക്കാൻ സഹായം നൽകിയത്. വഴിതെറ്റിയലഞ്ഞ മാളികപ്പുറത്തിനും മുത്തച്ഛനും ആശ്വാസം പകർന്ന് ഭിന്നശേഷിക്കാരനായ യുവാവ്. കോഴിക്കോട് നിന്ന് ശബരിമല ദർശനത്തിന് പോയ തീർത്ഥാടക സംഘത്തിലെ അഭയയ്ക്കും വേലായുധനുമാണ് മാറാടി തടുത്തുപറമ്പിൽ ബഷീർ തുണയായത്. കോഴിക്കോട് രാമനാട്ടുകര പാലാഴിയിൽ സുരേഷിന്റെ മകൾ അഭയയും മുത്തച്ഛൻ വേലായുധനുമാണ് ശബരിമല ദർശനം കഴിഞ്ഞ് മലയിറങ്ങി പമ്പയിലെത്തിയപ്പോൾ ഗുരുസ്വാമി മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ നിന്ന് കൂട്ടം തെറ്റി അകന്നുപോയത്. മണിക്കൂറുകളോളം സംഘാംഗങ്ങളെ തേടി അലഞ്ഞ ശേഷം ഇരുവരും നിലയ്ക്കലേക്ക് പോകാൻ കോട്ടയം വഴിയുള്ള ബസ്സിലായിരുന്നു കയറിയത്. ബസ്സിൽ കയറിയ ഉടനെ ഇരുവരും ക്ഷീണം മൂലം ഉറങ്ങിപ്പോയി. ഉണർന്നപ്പോൾ ബസ് കൂത്താട്ടുകുളത്തെത്തിയിരുന്നു. കയ്യിൽ പണമോ ഫോണോ ഇല്ലാതിരുന്നതിനാൽ അവിടെയിറങ്ങി കോഴിക്കോടിന് നടന്നു പോകാൻ തീരുമാനിക്കുകയായിരുന്നു. ഈസ്റ്റ് മാറാടി വരെ എത്തിയപ്പോഴേക്കും നന്നേ ക്ഷീണിച്ച അഭയയെയും മുത്തച്ഛനെയും ബഷീറിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഇവർ അവസ്ഥ തുറന്നു പറയുകയായിരുന്നു. തിരിച്ചു പോകാൻ പണമില്ലെന്നും നല്ല വിശപ്പുണ്ടെന്നും അറിയിച്ചതോടെ ബഷീർ സമീപത്തെ ചായക്കടയിൽ നിന്ന് ചായയും പലഹാരങ്ങളും വാങ്ങി നൽകി. തുടർന്ന് മാറാടി പഞ്ചായത്ത് അംഗം ജിഷാജി ജോയെ വിവരം അറിയിച്ചു. ജിഷയും മറ്റൊരു പഞ്ചായത്ത് അംഗമായ രതീഷ് ചങ്ങാലിമറ്റവും സ്ഥലത്തെത്തി ഇരുവരെയും പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. കുട്ടിയുടെ അച്ഛനെ വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്തു. വിവരം അറിയിച്ചതിനെ തുടർന്ന് അഭയയുടെ പിതാവ് സുരേഷും സംഘാംഗങ്ങളും പമ്പയിൽ നിന്ന് മൂവാറ്റുപുഴയിലേക്ക് തിരിച്ചു. വെള്ളിയാഴ്ച രാത്രി 12 ഇവർ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെത്തിയത്. കുഞ്ഞു മാളികപ്പുറത്തിനെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ടെന്ന് പഞ്ചായത്ത് അംഗം ജിഷാജി ജോ പറഞ്ഞു. ഒരു വാർഡ് മെമ്പർ എന്ന രീതിയിൽ ആ സ്വാമിമാരെ സഹായിക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട്. ആ കുട്ടിയെ നഷ്ടപ്പെട്ട ആ മാതാപിതാക്കളുടെ അവസ്ഥ ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു. ഒരമ്മ എന്ന നിലയിൽ ഞാൻ ചിന്തിച്ചു പോയി. എന്തായാലും വളരെയധികം അഭിമാനവും സന്തോഷവും എനിക്ക് തോന്നുന്നു ഈ നിമിഷം. ആ കുട്ടി മാളികപ്പുറത്തിന് അതിൻ്റെ പിതാവ് വന്ന് വാരിയെടുത്ത ആ ഒരു നിമിഷം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. പോലീസ് സ്റ്റേഷനിലെ ബെഞ്ചിൽ കിടന്നുറങ്ങുകയായിരുന്ന അഭയയെ വാരിയെടുത്ത് സുരേഷ് കണ്ണീരൊഴുക്കിയത് കണ്ടുനിന്നവരുടെയും കണ്ണു നിറച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.